ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ദാൽ ഫ്രൈ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ദാൽ ഫ്രൈ ആണ്. ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ദാൽ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ സവോള, പച്ചമുളക്, കരിയാപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മല്ലിയില, തൂർദാലും ചെറുപയർപ്പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, കായം, ഉപ്പ്, ഫെനുഗ്രീക്കിൻ്റെ ലീവ്സ്, നമ്മുടെ കസൂരി മേത്തി, ചതച്ച മുളക്, മുളക് പൊടി, ഗരം മസാല ഇത്ര എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ 2 പരിപ്പ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 30 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കുക്കറിൽ 1-2 വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ഇടാം. നോർത്ത് ഇന്ത്യൻ രീതി ആയതുകൊണ്ട് കടുകിന് പകരം കൂടുതൽ അവർ ജീരകമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു 1/2 കപ്പോളം സവോളയും ഒരു 3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 കരിയാപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കായം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നിടം വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കസൂരി മേത്തി അല്ലെങ്കിൽ ഡ്രൈഡ് ഫെനുഗ്രിക് ലീവ്സ് ഇട്ട് കൊടുക്കുവാണ്. അതോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ചാറ് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർക്കണം. ഞാൻ ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ഇത് ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പം ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കസൂരി മേത്തി ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി ഇറങ്ങാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാൽ ഫ്രൈ റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ആഡ് ചെയ്യുമ്പോൾ 2-3 കൂടെ കൂടുതൽ ആഡ് ചെയ്യേണ്ടതാണ്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള ഒരു രീതിയിൽ, ഒരു മീഡിയം രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു പരിപ്പ് കറി വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.